Now the next one is exact and approximate values. നമ്മളൊരു നമ്പറിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ പറയാറുണ്ട് അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ക്ലാസ്സിലേക്ക് സ്വീറ്റ്സ് കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 27 സ്റ്റുഡൻസ് ആണുള്ളത്. 27 സ്റ്റുഡൻസിനും പിന്നെ ഒരു 10 ടീച്ചേഴ്സ് കൂടെ ചേർത്ത് 37 സ്വീറ്റ്സ്. 27 സ്റ്റുഡൻസും ഒരു 10 ടീച്ചേഴ്സിനെയും കൂടെ ചേർത്തൊരു 37 സ്വീറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ആവശ്യം. പക്ഷെ നമ്മൾ കറക്റ്റ് 37 സ്വീറ്റ്സ് ആയിരിക്കും കൊണ്ടുപോകുന്നത്? അല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ അല്ലേ? ഏകദേശം ഒരു 40 സ്വീറ്റ്സോളം കൊണ്ടുപോകും. അപ്പൊ അതിനെയാണ് റൗണ്ടിങ് അപ്പ് ദ നമ്പർ 37 to 40. അപ്പൊ 37ന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു റൗണ്ട് ഓഫ് ചെയ്യാൻ കഴിയുന്ന നമ്പറാണ് 40 എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, if it is 22, then we round down that number. അതിനെ എന്ത് ചെയ്യും? ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിക്കാണ്, അപ്പൊ അതിന്റെ വില 22 rupees ആണ്. അപ്പൊ കടക്കാരൻ പറയാണ് 22 rupees ആണ്, ഓക്കെ 20 rupees തന്നാ മതി എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ ആ 22വിനെ റൗണ്ട് ഡൗൺ ചെയ്തതാണ് 20 rupeesലേക്ക്. അതേപോലെ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും റൗണ്ട് അപ്പ് ചെയ്യാനും റൗണ്ട് ഡൗൺ ചെയ്യാനും സാധിക്കും. അപ്പൊ അതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോ ചെറിയ 2 digit നമ്പറിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ് ടു ക്രോർ വരെയാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെ എങ്ങനെ നിയറസ്റ്റ് നൈബേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നിയറസ്റ്റ് 1000, 10,000, lakh, 10 lakh and crore. So consider the number 6,72,85,183. So first we need to round off this number to the nearest 1000. അതായത് ഇതാണ് 1000 പ്ലേസ്. അപ്പൊ ആ 1000ലുള്ള നമ്പറിനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. We just look at the number in 100 place. 100 പ്ലേസിലുള്ള നമ്പറിനെ നോക്കാം. And if that number is 5 or greater than 5, 5 or greater than 5 ആണെങ്കിൽ നമ്മൾ ഈ നമ്പറിനെ എന്ത് ചെയ്യും? We round up. ഈ നമ്പറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ 5 ആണെന്നുണ്ടെങ്കിൽ അവിടെ 6 എഴുതും. അതല്ല, ഇവിടെയുള്ള നമ്പർ ലെസ് ദാൻ 5 ആണെങ്കിൽ, അതായത് 0 to 4 വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഈ നമ്പറിന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതും. അത് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിന്റെ പ്ലേസസിലെല്ലാം 0 പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന് നിയറസ്റ്റ് 1000 ഇവിടെ 1 ആണുള്ളത്. അപ്പൊ there is no change for this number 5. അപ്പൊ ഇതിന് നിയറസ്റ്റ് 1000ൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 6,72,85,000. ഓക്കെ, ആ 5ന് ചേഞ്ച് ഒന്നുമില്ല. 5 കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിന്റെ പ്ലേസസിൽ 0 കൊടുക്കും. So similarly nearest 10,000. ഇപ്പൊ 10,000ന്റെ പ്ലേസിലുള്ള നമ്പർ 8 ആണ്. സോ നമ്മൾ 1000 പ്ലേസിലുള്ള നമ്പർ നോക്കാം. അപ്പൊ 1000 പ്ലേസിലുള്ള നമ്പർ എത്രയാണ്? 5 ആണ്. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് അപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് 6,72,90,000. നിയറസ്റ്റ് ലാക്ക്. നിയറസ്റ്റ് ലാക്ക് എന്ന് പറയുമ്പോൾ ലാക്കിന്റെ പ്ലേസിൽ ഇവിടെ 2 ആണ്. അപ്പൊ 2വിനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 10,000ന്റെ പ്ലേസിലുള്ളത് 8 ആണ്. 8 is greater than 5. So we round up this number. അപ്പൊ ഇതെന്താകും? 2വിന് പകരം അവിടെ 3 and ബാലൻസ് വരുന്ന പ്ലേസസിലെല്ലാം 0 കൊടുക്കും. So it becomes 6,73 lakh. Nearest to 10 lakh. So in the 10 lakh place, the number is 7. In the lakh place, the number is 2, which is less than 5. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്യാണ്. അപ്പൊ ഇവിടെ 7ന് there is no change. So it becomes 6,70 lakh. Now the nearest crore. Nearest to crore. So in the crores place, it is 6. And in the 10 lakh place, it is 7. 7 is greater than 5. So we need to round up. 6 എന്നുള്ളത് എന്താകും? It becomes 7 crore. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിയറസ്റ്റ് നൈബേഴ്സിൽ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. സിമിലർലി റൗണ്ട് ഓഫ് ദിസ് നമ്പർ ടു ദ നിയറസ്റ്റ് നൈബേഴ്സ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ
3,87,69,957. So to the nearest 1000 പ്ലേസിൽ 9 ആണുള്ളത്. ഇവിടെ 100 പ്ലേസിലും 9 ആണുള്ളത്. It is greater than 5. So we need to round up. റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 9 ആണ്. 9 കഴിഞ്ഞാൽ അടുത്ത വരുന്ന 10 ആണ്. അപ്പൊ 10 ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് അഫക്ട് ചെയ്യുന്നത് അതിനടുത്ത പ്ലേസിനെ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് 3,87,70,000. ഓക്കെ, 69 എന്നുള്ളത് എന്തായി മാറും? 70 ആയിട്ട് മാറും. 10,000 place, nearest to 10,000 place. So 10,000 place, it is 6, and in the 1,000 place, it is 9. It is greater than 5. So we need to round up. That is also same as 3,87,70,000. Now to the nearest lakh. In the lakh place, it is 7, and in the 10,000 place, it is 6. 6 is greater than 5. So we need to increase 7 by 1. So it becomes 3,88 lakh. Now to the nearest 10 lakh. In the 10 lakh place, it is 8, and the lakh place, it is 7, which is greater than 5. So it becomes 3,90 lakh. Now in the crores place, it is 3, and in the 10 lakh place, it is 8, which is greater than 5. So this 3 becomes 4. So 4 crore. So if we round off this number, 4,99,99,999 to the nearest 1,000, what will be the number? The nearest 1,000, ഇവിടെ നോക്കാം, ഇവിടെ 9 ആണ്. So we need to increase this 1. ഇവിടെ 1 increase ചെയ്യുമ്പോൾ അത് 10 ആകും. അത് ഇവിടെ ആഡ് ഓൺ ചെയ്യണം, വീണ്ടും 1 ആഡ് ഓൺ ചെയ്യണം, 1 ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്യണം. So it becomes 5 crore. അതേപോലെ തന്നെയാണ് to the nearest 10,000 ചെയ്യുമ്പോഴും to the nearest 10,000. 10,000ൽ 9 ആണ്, 1000 പ്ലേസിലും 9 ആണ്. അപ്പോൾ 1 ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് 9 ആയതുകൊണ്ട് അതിന് അടുത്ത പ്ലേസിലാണ് പോകുന്നത്. അവിടെയും 9 ആയതുകൊണ്ട് then goes to the next place, and it also increases 4 to 5. Again that is 5 crore. അതേപോലെ തന്നെയാണ് നിയറസ്റ്റ് ലാക്ക്. ലാക്കിന്റെ പ്ലേസിൽ 9 ആണ്, 10,000ന്റെ പ്ലേസിലും 9 ആയതുകൊണ്ട് it will affect this 4. അവിടെയും എന്ത് തന്നെയാകും? 5 crore ആകും. നിയറസ്റ്റ് 10 lakh ചെയ്യുമ്പോഴും it becomes 5 crore, and നിയറസ്റ്റ് crore ചെയ്യുമ്പോഴും it becomes 5 crore. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലുള്ള നമ്പേഴ്സ് 9 ആണ് വരുന്നെന്നുണ്ടെങ്കിൽ അത് അതിന്റെ തൊട്ടടുത്തുള്ള പ്ലേസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. സോ ഇതേ രീതിയിൽ വരുന്ന നമ്പേഴ്സിനെല്ലാം ചിലപ്പോൾ നിയറസ്റ്റ് നൈബേഴ്സ് ഒരേ നമ്പർ തന്നെ നമുക്ക് കിട്ടും. The next one is patterns in product, and there is a multiplication shortcut. That is to multiply 116 into 5. നമ്മൾ നോർമലി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യുക? 116നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ അതല്ലാതെ ഒരു ഈസി മെത്തേഡിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു നമ്പറിനെ, ഏതെങ്കിലും ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? We just write that number and put 1 0. അല്ലേ? 12 into 10 ആണെങ്കിൽ 12 എഴുതുക, then ഒരു 0 കൊടുക്കുക. 27 into 10 is same as 270. അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തൊന്നും നോക്കാതെ തന്നെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ആ നമ്പർ എഴുതുക, എത്ര 1 0 ആണുള്ളത് ആ 0 ഇവിടെ കൊടുക്കുക. ഇനി 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ, we just write that number and put 2 zeros. So 12 into 100 is same as 12 എഴുതുക, then 2 zeros, 1200. 27 into 100 ആണെങ്കിലോ it becomes 2700. So 10, 100, 1000 ഇതേ രീതിയിൽ വരുന്ന നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? We just write that number and how many zeros are there? 10 ആണെന്നുണ്ടെങ്കിൽ ഒരു 0 കൊടുക്കുക, 100 ആണെന്നുണ്ടെങ്കിൽ 2 0 കൊടുക്കുക. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ we can write this as 116 into 5 can be written. 5നെ in terms of 10ൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 can be written as 10 divided by 2 ആണ് അല്ലേ?
10 divided by 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. So now we can cancel this 116 and 2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 2s are 10. Then there is one remainder 16. 8 2s are 60. 58. 58 into 10. എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. 58 അങ്ങനെ തന്നെ എഴുതുക. Then put 10. So it becomes 580. അപ്പൊ ഇതേ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടുന്ന നമ്പറിനെ 10ന്റെയോ 100ന്റെയോ 1000ന്റെയോ റിലേഷനിൽ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിരിക്കും. Now we can do the figure it out problem. Find quick ways to calculate this product. So the first one is 2 into 1768 into 50. 2 into 1768 into, in place of 50, 50 ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 50 can be written as 100 divided by 2. അല്ലേ? 100 divided by 2 ആണ് 50. So we can cancel these 2's. So the answer is 1768 and then put these 2. Okay. So it becomes 1,76,800. Similarly, the next one, 72 into 125. In place of 125, we can written as 1000 divided by 8. 125 എന്ന് വെച്ചാൽ 1000 divided by 8 ആണ്. We can cancel this 72 and 8. That is 9 8s are 72. So it becomes 9,000. Okay. Now the next one is 125 into 40 into 8 into 25. So we can change this 125 as 1000 divided by 8 into 40 into 8 into this 25 can be written as 100 divided by 4. 100 divided by 4 is 25. So we can cancel this 8 and 8 and we can divide this 40 divided by 4 is 10. So the final answer is 1. And how many zeros are there? 1, 2, 3, 4, 5, 6 zeros. So put 6 zeros. So it becomes 10 lakh. Now the second question, calculate this product quickly. The first one is 25 into 12. We can write it as 25 into 4 into 3. 12 can be written as 4 into 3. So 25 into 4 is 100. 100 into 3 is 300. Okay. Now 25 into 240. That can be written as 25 into 4 into 240. 240 എന്ന് വെച്ചാൽ എന്താണ്? 6 into 4 ആണ് 24. 60 into 4 ആണ് 240 എന്ന് പറയുന്നത്. So we can write it as 25 into 4 into 60. Now 25 into 4 is 100. 100 into 60 is 6,000. Now the next one, 250 into 120. So it can be written as 250 into 120 can be written as 4 in the multiply എഴുതുക. So 4 into 3 ആണ് 12. So 4 into 30 ആണ് 120 എന്ന് പറയുന്നത്. Okay. So 250 into 4. 25 into 4 100 ആണ്. So 250 into 4. 25 into 4 100. ഇനി ഒരു സീറോയും കൂടി ഇട്ടാൽ മതി. So 250 into 4 is 1000 into 30. That is 30,000. Now 2,500 into 12. That is 2,500 into 12 can be written as 4 into 3. ഇവിടെ 25 into 4 100 ആണ്. പിന്നെ 2 0. So 2,500 into 4 is 10,000. Into 3, that is also 30,000. So the next one, ഇതേ രീതിയിൽ ഏത് നമ്പറിന്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസർ, ദാറ്റ് ഈസ് 12 crore കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 12 into 1 crore എന്ന് എഴുതാം, അതല്ലെങ്കിൽ 120 into 10 lakh എന്ന് എഴുതാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, നമ്പർ ഓഫ് സീറോസ് അത്രയും ഉള്ളത് കൊണ്ടാണ്. 12 into 1 crore എന്ന് എഴുതാം. ഓർ ഇവിടുന്ന് ഒരു സീറോ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 120 into 10 lakh എന്നുള്ള രീതിയിൽ എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. So here we need to take it as 120 into 10 lakh.
അപ്പൊ ഇവിടെ നമ്മൾ എഴുതി 2500 ഇൻറ്റു 4 ചെയ്തപ്പോഴാണ് 10,000 വന്നത്. അതേ രീതിയിൽ ഈ 10 ലാഖിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 lakh can be written as 2,50,000 ഇൻറ്റു 4. 2,50,000. കാര്യം 25 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 100 വരും. Then there are 4 zeros. 2,50,000 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 10 lakh വരുന്നത്. So 2,50,000 ഇൻറ്റു ഈ 4 and 120 നമുക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതല്ലേ, ഈ 12 എന്നുള്ളത് തന്നെയാണല്ലോ 4 ഇൻറ്റു 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തത്. 4 ഇൻറ്റു 120 ചെയ്യുമ്പോൾ 480. So here the answer is 2,50,000 into 480. So ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. 2,50,000 പകരം 25,000 into 480 എന്നുള്ളതിന് പകരം 4,800 ആക്കാം. സീറോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മതി. അപ്പോഴും ഫൈനൽ ആൻസറിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ.